ഹായ്, എൻ്റെ പേര് നിർമ്മൽ. ഞങ്ങളിവിടെ ചോറ്റാനിക്കലിലൊരു വീട് വെച്ചു പുതിയതായിട്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊരു വീടിനും വിശേഷങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഇതെൻ്റെ വൈഫ് കാവ്യ. ഞാൻ നേവിയിൽ വർക്ക് ചെയ്യുന്നു. വൈഫ് ടെക് മഹീന്ദ്രയിലാണ്. ഞങ്ങളുടെ ഒരു സ്വപ്നത്തിലെ ഒരു വഴി തുറന്നു വെച്ചിരിക്കുകയാണ് ഇപ്പം അർബൻ ലീഫ് എന്ന കമ്പനി. വീടെന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ഒരു സ്വപ്നമാണ്. എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഞങ്ങൾക്കും വളരെ ഒരു സ്വപ്നം തന്നെയായിരുന്നു. അപ്പം നമ്മളുടെ വീടിന് നമുക്ക് മനസ്സിലുണ്ടായിരുന്നു അതൊരു ട്രഡീഷണൽ ആയിരിക്കണം, അല്ലെങ്കിൽ അതിലൊരു മോഡേൺ അപ്രോച്ച് കൊടുക്കണം എന്നൊക്കെ. അങ്ങനെ ആ ഒരു സമയത്തെത്തിയപ്പോൾ ഞങ്ങൾ ഇതുപോലെ പലരെയും കോൺടാക്ട് ചെയ്തിരുന്നു, പലരെയും നമ്മൾ വിളിച്ചിരുന്നു. ആ സമയത്ത് അതിലൊരു 5-6 പേര് നമ്മൾ ഈ എറണാകുളം പരിസരവും പിന്നെ ഈ മലപ്പുറം അങ്ങനത്തെ കുറച്ച് ഏരിയയിൽ നിന്ന് കുറച്ച് പേരെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഔട്ട് ഓഫ് സ്റ്റേഷനായിരുന്നു. ഞങ്ങൾ നാട്ടിൽ വന്ന ശേഷം ഇതുപോലെ കണ്ടത് ഫസ്റ്റ് മീറ്റ് ചെയ്ത് അർബൻ ലീഫിനായിരുന്നു. അത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഞാനായിരുന്നു വിളിച്ചത് അർബൻ ലീഫിനെ. ഒരു യൂട്യൂബിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ വിളിച്ചത് അർബൻ ലീഫിനെ. അപ്പോൾ ഇവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന ഒരു സ്റ്റൈൽ, അതായത് നമുക്ക് എങ്ങനെയൊക്കെ നമ്മൾ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ കോസ്റ്റ് എഫക്റ്റീവായിട്ടൊരു വീട് വെക്കണം എന്നാണ്. മാത്രമല്ല, നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു വീട് വെക്കുന്നതിനെ കുറിച്ച് ശരിക്കും പറഞ്ഞ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ 0 ആയിരുന്നു. നമ്മൾ പല വീഡിയോസ് കാണുന്നല്ലാതെ പിന്നെ നമ്മുടെ പണ്ടത്തെ കാലത്തെ ആൾക്കാർ വീടിനകത്ത്, അത് വീട്ടിൽ അച്ഛനും അമ്മയും ചെയ്യുന്ന ഒരു പ്രൊസീജിയർ കണ്ടതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ട് നമ്മൾ ഇപ്പോൾ പുതിയ ന്യൂ ജനറേഷൻ മോഡൽ ടൈപ്പ് എങ്ങനെയാണെന്നുള്ളത് ആദി അർബൻ ലൈഫിൻ്റെ ഹെഡാണ്, പുള്ളിയാണ് നമ്മളോട് പറഞ്ഞു തന്നത്. അപ്പം ആ ഒരു പറഞ്ഞു തന്ന രീതിയിൽ തന്നെ നമ്മൾ പിന്നെ വേറൊരാളടുത്ത് അപ്രോച്ച് ചെയ്യാൻ നിന്നില്ല. കാരണം നമ്മുടെ ഒരു വെലോസിറ്റി, ഒരു കെമിക്കൽ എന്നൊക്കെ പറയുന്ന ഒരു വേവ് ലെങ്ത് അപ്പം നമുക്ക് ഇങ്ങനെ പറഞ്ഞു തന്നിരുന്നു എവിടെയൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആക്കാം, അത് നമ്മളുടെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ബേസിലൊന്നും ടച്ച് ചെയ്യാതെ നമുക്ക് എങ്ങനെയൊക്കെ ആകാമെന്ന്. അപ്പോൾ ആ ഒരു എക്സ്പ്ലനേഷനാണ് ഞങ്ങളെ ഈ അർബൻ ലീഫിലേക്ക് പേഴ്സണൽ നമ്മൾ എത്തിച്ചത്. അവിടെ ചെന്ന് നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ആ ഒരു 1 hour അല്ലേ, ആ 1 hour ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ഒരുപാട് ഭയങ്കര ക്ലോസ് ആക്കിച്ചു ആദ്യമായിട്ട്. എങ്ങനെ അപ്പോൾ നമ്മുടെ സ്വപ്നത്തിനെ എങ്ങനെ അവർ ഇതുപോലെ നമുക്ക് ആ ചിറക് തന്നത് അവർ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് ഇന്ന രീതിയിൽ എത്തിക്കാം എന്ന് എത്തിച്ചു. അങ്ങനെ ഒരു കൺക്ലൂഷൻ അവിടെ എത്തി ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾ വേറെ ഒരു ആളെയും കോൺടാക്ട് ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മൾ അർബൻ ലീഫിൽ തന്നെ സജസ്റ്റ് ചെയ്തു. പിന്നെ അങ്ങോട്ട് മൂവ് ചെയ്തു. അതിൽ തെറ്റായിട്ട് ഞങ്ങൾക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല, ഇനി തോന്നുമില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ആ രീതിയിൽ തന്നെ നമുക്ക് വിചാരിച്ച നമ്മുടെ സ്വപ്നങ്ങളെല്ലാം പൂർത്തീകരിച്ച് തന്നെ തന്നിട്ടുണ്ട്. 100% അല്ലെങ്കിൽ 110% അതേപോലെ തന്നെയാണ് പോയിരിക്കുന്നത്. പിന്നെ സൈറ്റ് നോക്കിയപ്പോഴും അതായത് നമ്മൾ ആദ്യം നോക്കിയ ഒരു സൈറ്റിൽ കുറച്ച് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് ആ സൈറ്റ് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ സൈറ്റിന് ഉണ്ടായിരുന്ന സ്റ്റൈലിൽ തന്നെ അവരൊരു നമ്മുടെ റിക്വയർമെന്റ്സ് എല്ലാം മീറ്റ് ചെയ്ത് ഒരു 2-3 പ്രാവശ്യം അവർ പ്ലാൻ വരച്ചായിരുന്നു. 2-3 അല്ല, അതിൽ കൂടുതൽ വരച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോഴാണ് നമ്മൾ സാറ്റിസ്ഫൈ ആയതോ അപ്പോഴാണ് അവരത് നിർത്തിയിരിക്കുന്നത്. അതിൽ 2D ഉണ്ടായിരുന്നു, 3D ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ആ സൈറ്റ് വേണ്ടെന്ന് വെച്ചു. എന്നിട്ട് നമ്മൾ ഈ സൈറ്റ് എടുത്തപ്പോഴും അവരിലെ നമുക്ക് സാധാരണ ഒരു കോൺട്രാക്ടർ ദേഷ്യം കയറും, പിന്നെയും വരയ്ക്കേണ്ടിരുന്നത്. പക്ഷെ അവർക്ക് അതൊരു പ്രോബ്ലം ആയിരുന്നില്ല. അത് പിന്നെയും നമുക്ക് വരച്ചു തരാം. ആ ഓരോ സൈറ്റ് മാറുന്നതനുസരിച്ച് പ്ലാനും മാറ്റം വരും. വേറെ പ്ലാൻ ഇട്ടു ഈ രീതിയിൽ നമ്മുടെ എല്ലാ റിക്വയർമെന്റ്സും മീറ്റ് ചെയ്യുന്ന രീതിയിൽ അത് വീണ്ടും 2-3 പ്രാവശ്യം വീണ്ടും വരച്ചു അവർ. അപ്പൊ അങ്ങനെ നമ്മൾ ഫൈനലിൽ എത്താൻ കുറച്ച് നാളെടുത്തു, 2-3 മാസം എടുത്തു. നമ്മൾ ഈ സൈറ്റ് കിട്ടിയിട്ട് കൂടി അതിന് ഒരു പ്ലാനിൽ എത്താൻ വേണ്ടി തന്നെ ഒരു മാസത്തിന്റെ മുകളിൽ എടുത്തു എന്ന് തോന്നുന്നുണ്ട്. കാരണം എങ്കിൽ കൂടി അവർക്ക് അതിൽ നിന്നൊരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഫീൽ ആയിട്ടില്ല. അവർക്ക് ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് പോലും നമുക്ക് അറിയാൻ പാടില്ല. തീർച്ചയായിട്ടും നമുക്ക് എപ്പോൾ നമ്മൾ വിളിച്ച് പറഞ്ഞാലും അവർ അപ്പ ഓക്കെ അതിനെന്താ ഇങ്ങനെ മാറ്റി തരാലോ എന്നുള്ള രീതിയായിരുന്നു. ഓരോ ഫേസും നമുക്കിപ്പോൾ ഒരു 3D വന്നാലും അല്ലെങ്കിൽ ഒരു 2D വന്നാലും നമുക്ക് മാറ്റം വരുത്തണം എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ അപ്പ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സ്റ്റേജിൽ അവർ മാറ്റം തരും. നമുക്ക് നമ്മൾ എപ്പോഴാണോ ഫൈനലൈസ് ആകുന്നത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ സൈറ്റ് ഉണ്ടായിരുന്നില്ല എങ്കിൽ കൂടി ഇതെല്ലാം നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ നിന്നിട്ടാണെങ്കിൽ കൂടി ഇതെല്ലാം നമ്മൾ അറിയുന്നുണ്ടായിരുന്നു. അതെ, അതിലൊരു പ്ലസ് പോയിന്റ് എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ മറ്റ് ഒരുപാട് പേരോട് നമ്മൾ സംസാരിച്ചു എന്ന് പറഞ്ഞ പോലെ തന്നെ അവരൊരു ക്യാമറ വെക്കുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ സൈറ്റിന്റെ വ്യൂ കിട്ടാനാണെങ്കിൽ പോലും ഞങ്ങൾ കസ്റ്റമേഴ്സ് അനുസരിച്ച് ഞങ്ങൾക്കും അറിയാൻ പറ്റും എത്ര പേര് പണിക്കാർ വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണെന്ന് നടക്കുന്ന ടാസ്ക്, എവിടെയൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അതിനുള്ള കറക്റ്റ് വ്യൂ നമുക്ക് വീട്ടിലിരുന്ന് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ആണെങ്കിലും ഈ 2D എല്ലാത്തിനും ഇപ്പോൾ ഒരു കബോർഡ് എടുക്കുകയാണെങ്കിൽ കബോർഡ് കട്ടിങ്ങിൽ നമുക്ക് നമ്മളാണല്ലോ യൂസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പം നമുക്ക് എവിടെയൊക്കെ വാർഡ്രോബിൽ കട്ടിങ്സ് വേണം അതെല്ലാം നമുക്ക് 2Dയിൽ തരും. ഒരു കിച്ചൺ കബോർഡ്സ് എടുത്താലും അതിൻ്റെ ഒരു 2D തരുന്നുണ്ട്. ഇലക്ട്രിക്കൽ എടുത്താലും അതിൻ്റെ ഒരു ഡ്രോയിങ്സ് തരും.
അപ്പം നമുക്ക് ടെൻഷനില്ല എവിടെയൊക്കെ നമുക്ക് സോക്കറ്റ് വേണമെന്നോ അല്ലെങ്കിൽ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചായിരിക്കും ചെയ്യുന്നത്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ വേറെ ആരും പറഞ്ഞാൽ കേട്ടിട്ടില്ല ഇതുവരെ, ഇങ്ങനെയൊക്കെ ചൂടി തരുന്നു. ഇപ്പം ഞാൻ പലരും കൺസ്ട്രക്ഷൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഫേസ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ആരും പറഞ്ഞു തന്നെ കേട്ടിട്ടില്ല. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ തന്നെ പലർക്കും ഇതൊരു അത്ഭുതം തന്നെ. എനിക്കതൊരു ഫീൽ ചെയ്തൊരു പ്ലസ് പോയിന്റ് ആണ്. ഓരോ സ്റ്റാഫിനെ എടുത്ത് പറയാൻ പറ്റില്ല, നമുക്ക് എല്ലാവരും നല്ല ഒരു സഹകരണമായിരുന്നു അല്ലേ ഓരോ ഫേസിലും നമുക്ക് തന്നിരുന്നത്. അവരുടെ സ്റ്റാഫാണെങ്കിൽ കൂടി നമ്മൾ പറയുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. കാരണം അങ്ങനെയല്ല, നമ്മളിപ്പോൾ പറയുമ്പോൾ ക്ലയന്റ് ആണെന്നുണ്ട് കരുതിയിട്ടാണെങ്കിൽ കൂടി അവർ എല്ലാം കേട്ടിട്ട് അത് പ്രാവർത്തികമാക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷേ ഇവിടെ എല്ലാം നമ്മൾ പറയുന്നത് എന്തൊക്കെയുണ്ടോ ഏതെങ്കിലും ചെറിയ ചെറിയ പോയിന്റ്സ് ആണെങ്കിൽ കൂടി അവരത് പ്രാവർത്തികമാക്കിയിട്ട് തന്നെ കാണിക്കുന്നത്. അത് അർബൻ ലീഫിൻ്റെ എല്ലാ എല്ലാ എംപ്ലോയീസും അത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ആ അർബൻ ലീഫ് എന്ന് പറയുന്ന കമ്പനിക്ക് നല്ലൊരു പ്രചോദനം തന്നെയാണത്. അത് ഇനി വരുന്ന ക്ലയൻസ് ആണെങ്കിൽ കൂടി അങ്ങനെ തന്നെയായിരിക്കും അത്. അതെ, നമുക്ക് ഏത് ടൈമിലും ഞങ്ങളെ സംബന്ധിച്ച് രണ്ടുപേരും വർക്കിംഗ്, അപ്പോൾ ഞങ്ങൾക്ക് മോർണിംഗ് ടൈമിൽ ചിലപ്പോൾ വിളിക്കാൻ പറ്റില്ല അവരെ. പക്ഷെ ഞങ്ങൾ ഒരു 8 മണി അല്ലെങ്കിൽ 9 മണിക്ക് ഞങ്ങൾ കോൺടാക്ട് ചെയ്യണം, നമുക്കൊരു 1 hour മീറ്റ് ചെയ്യണം, ഇന്ന കാര്യങ്ങളൊക്കെ പറയണം എന്ന് പറഞ്ഞാൽ ഏതൊരു സ്റ്റാഫ് ആണെങ്കിലും ആ സമയത്തൊക്കെ നമുക്ക് ഡിസൈനേഴ്സ് ആണെങ്കിലും അവരിയ്ക്കും ആ സമയത്ത് നമ്മളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആദ്യമാണെങ്കിലും നമുക്ക് കാര്യങ്ങളെല്ലാം പറയാൻ പറ്റും. അപ്പോൾ അതെല്ലാം അതിനുള്ള പ്ലസ് പോയിന്റ്സും നെഗറ്റീവും പറയും. നമുക്കിപ്പോൾ ഇന്നത് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഈ ബുദ്ധനെ വരച്ച്, അപ്പോൾ നമ്മൾ എല്ലാം കോൺട്രാക്ട് ആദ്യം തന്നെയായിരുന്നു കൊടുത്തത്. അപ്പോൾ ഈ ബുദ്ധൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഇവരുടെ കയ്യിലുള്ള ആൾക്കാരാണെങ്കിൽ ഓക്കെ ഇന്ന റേറ്റ് വരും, ഇന്നത് വരും, ഇപ്പം നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ, അങ്ങനെയൊക്കെ നമുക്ക് പ്ലസും മൈനസും ഒക്കെ പറഞ്ഞു തരും. അപ്പം അതെല്ലാം സാധാരണഗതിയിൽ ഒരു കോൺട്രാക്ടേഴ്സിൽ അങ്ങനെ ചെയ്യില്ല, കാരണം അവർക്ക് അവരുടേതായ കാര്യങ്ങൾ അവർ പ്രോഫിറ്റ് ആണ് നോക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർ പ്രോഫിറ്റ് ആണ് നോക്കുന്നതെങ്കിൽ ഇവിടെ അർബൻ ലീഫ് ഒരു ക്ലയന്റുമായിട്ടൊരു ബന്ധമാണ് നോക്കുന്നത്. നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ബിൽഡർ എന്നുള്ള റിലേഷൻ ഇപ്പം ഇല്ല. ആദ്യമായിട്ട് അത് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ അത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പായി മാറി. ആ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടാണ്, കാരണം നമ്മൾ 10 മാസം അല്ലെങ്കിൽ 11 മാസം കൊണ്ടൊരു വീട് പ്ലാൻ ചെയ്തത് നമ്മൾ ലാസ്റ്റ് ഒരു 5 മാസം 4 മാസത്തോടെ തന്നെ ആ വീട് പൂർത്തീകരിച്ച് നമുക്ക് കയ്യിൽ തന്നത്. ശരി, അപ്പോഴും ബേസ് കൺസ്ട്രക്ഷൻ ഫേസിൽ അവരൊന്നും വിട്ടുവീഴ്ച, അത് ആദ്യമേ പറഞ്ഞു, നമ്മൾ ആ കൺസ്ട്രക്ഷൻ ഫേസിൽ ഒരു വാർക്കണയാണെങ്കിലും എല്ലാത്തിലും കറക്റ്റ് ആയിട്ട് തന്നെ പോയി. അവരൊരു 10-26 പണിക്കാരുണ്ടാവും ഒരു ദിവസം. അപ്പം നമ്മൾ അവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം ടൈം എടുക്കുവാണെങ്കിൽ അതിനനുസരിച്ച് ആൾക്കാരുടെ എണ്ണം കൂട്ടി, വർക്കേഴ്സിന്റെ ലോഡ് കൂട്ടി, അങ്ങനെയൊക്കെയാണ് അവർ ചെയ്തത്. എങ്കിലും നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ വീട് അർബൻ ലീഫ് നമുക്ക് തന്നു എന്ന് തന്നെ പറയാം. അതെ, നമ്മുടെ ആ ഡ്രീം സാറ്റിസ്ഫൈ, നമ്മൾ സാറ്റിസ്ഫൈ ആയി, കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയി, നമ്മുടെ ഡ്രീം നമുക്ക് സക്സസ്സും ആയി. ഡ്രീമിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണോ ഉദ്ദേശിച്ചത് അത് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടി. താങ്ക് യു.